നമസ്കാരം. ഇന്ന് കേരള പോലീസിന്റെ ഒരു ആഡ് കണ്ടു. നാർക്കോട്ടിക് ബിസിനസ്സിനെതിരെ അല്ലെങ്കിൽ മയക്കുമരുന്ന് കഞ്ചാവ് മാഫിയയുടെ ഒരു ബിസിനസ്സിനെ തകർക്കാൻ വേണ്ടി നമ്മളെല്ലാവരും മൗനം വിട്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് പറഞ്ഞുകൊണ്ട്. മൗനത്തിന് ഒരുപാട് അർത്ഥങ്ങളുണ്ട്. പലപ്പോഴും നിങ്ങളുടെ മൗനം നിങ്ങളുടെ സമ്മതമാണ്. അപ്പുറത്തെ വീട്ടിലെ പയ്യനല്ലേ അത്? അവന്റെ പേരൻസിനോട് പറയണോ? വേണ്ട, നമ്മളെ ബാധിക്കാത്ത കാര്യത്തിൽ റിസ്ക് എടുക്കണ്ട. ഇന്ന് റോഡിലും അപ്പുറത്തെ വീട്ടിലും സംഭവിക്കുന്നത് നാളെ നമ്മുടെ വീട്ടിലും സംഭവിക്കാൻ വേണ്ടി കാത്തിരിക്കണോ? മോഹൻലാലിനൊക്കെ വെച്ചിട്ട് ചെയ്തൊരു ആടാണ്. സംഗതി കൊള്ളാം, സൂപ്പറാണ്. മോഹൻലാൽ പറയുന്ന പോലെ നാർക്കോട്ടിക്സ് ഇസ് എ ഡെഡി ബിസിനസ്, അതൊക്കെ ഓക്കെയാണ്. പക്ഷേ ഞങ്ങൾ നിങ്ങൾക്ക് ഒറ്റി തന്നാൽ, അല്ലെങ്കിൽ ഞങ്ങളിവരെ പിടിച്ച് നിങ്ങളുടെ കയ്യിൽ തന്നാൽ ഇവർക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കുമെന്നുള്ള ഉറപ്പ് പൊതുജനത്തിന് കൊടുക്കാൻ പറ്റുമോ? ഈ ഒറ്റ കൊടുക്കുന്നവനെ സംരക്ഷിക്കുമെന്ന് ഉറപ്പ് നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആജീവനാന്തകാലം അവനെ ജയിലിലിട്ടുകൊണ്ട് അവന് യഥാർത്ഥ ശിക്ഷ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റുമോ? ഇതൊക്കെ പറ്റുമെങ്കിൽ സാറ് പറയണം, എത്ര വേണേലും ഒറ്റിത്തരാൻ ഞങ്ങൾ തയ്യാറാണ്. ചന്തുവിനെ തോൽപ്പിക്കാനാവില്ല മക്കളെ. ഇതൊക്കെ തമാശയായിട്ടാണ് സാറേ ഞങ്ങൾക്ക് തോന്നുന്നത്, വെറും തമാശ. കാരണം കഞ്ചാവ് കേസിൽ പെട്ടവനായാലും ശരി, ബ്രൗൺ ഷുഗർ കേസിൽ പെട്ടാലും ശരി, MD കേസിൽ പെട്ടവനായാലും ശരി, ഇങ്ങനെ സമൂഹത്തിൽ ഇതുപോലെ അറസ്റ്റ് ചെയ്യപ്പെട്ടുള്ള ആളുകളൊക്കെ പുറം ലോകത്തുണ്ട്. ജാമ്യമായിട്ടും അല്ലാതെയും അവർ വിരസുന്നുണ്ട്. സ്ഥിരമായിട്ട് ഇതുപോലത്തെ ബിസിനസ്സുകൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്, ഇല്ലേ? പലപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, അവൻ കഞ്ചാവ് കേസിൽ അകത്ത് പോയ ആളാ, അവൻ ഇതൊക്കെ പറഞ്ഞു കിടക്കുന്നുണ്ട്. ഇതെങ്ങനെ സംഭവിക്കുന്നു? എന്ത് വിശ്വസിച്ചുകൊണ്ട് ആളുകൾ നിങ്ങൾക്ക് ഒരാളെ പിടിച്ചു തരും? ഇവൻ നാളെ വന്നൊരു കത്തിയെടുത്ത് ഇവനെ കുത്തിക്കൊല്ലില്ല എന്ന് ഉറപ്പ്. ഇവന് പുകവലിക്കുമ്പോൾ എന്നെ ഒറ്റ കൊടുത്തവനെ കിട്ടിക്കഴിഞ്ഞാൽ തീർക്കണമെന്നുള്ള ചിന്ത അവനുണ്ടാവില്ലേ? അപ്പോൾ ആദ്യം പോലീസ് ഞങ്ങൾക്ക് തരേണ്ട ഉറപ്പ്, നിങ്ങൾ അവനെ ഒരു കാരണവശാലും പുറത്തിറങ്ങാത്ത രീതിയിൽ FIR എഴുതിക്കൊണ്ട് കോടതിയെ അതിൻ്റെ ഗൗരവം ബോധിപ്പിച്ചുകൊണ്ട് അവരെ ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ ശിക്ഷിക്കും എന്ന് നിങ്ങളൊരു ഉറപ്പ് തരികയാണെങ്കിൽ ഞങ്ങളെപ്പോലത്തെ ആളുകളൊക്കെ അതിന് തയ്യാറാണ്. എത്ര വേണേലും പൊക്കിത്തരാം. പക്ഷെ അങ്ങനെ ഒരു ഉറപ്പ് നിയമത്തിന്റെ ഭാഗത്ത് ഞങ്ങൾക്ക് കിട്ടാത്തത് കൊണ്ട് തന്നെ എല്ലാവരും ഇതല്ലേ സത്യം അല്ലേ? ഇപ്പോൾ 2 ദിവസം മുമ്പാണ് സദാനന്ദൻ മാസ്റ്റർ എന്ന് പറയുന്ന കണ്ണൂരിലൊരു വലിയ നേതാവ്, രാഷ്ട്രീയ നേതാവ്, 2 കാലുകളും ഇല്ല, അദ്ദേഹത്തിന്റെ കാലുകൾ 32 വർഷം മുമ്പ് വെട്ടിയതാണ്. ആ പ്രതികൾക്ക് 32 വർഷം കഴിഞ്ഞിട്ടാണ് ശിക്ഷ വിധിക്കുന്നത്. അതുവരെ അവർ പുറത്ത് ജാമ്യത്തിലിറങ്ങി അവരവരുടെ ജീവിതം സുഖമായിട്ട് ജീവിക്കുകയായിരുന്നു. എങ്ങനെയാണ് സാർ ഞങ്ങൾ ഈ നിയമത്തെ വിശ്വസിക്കുക? എന്ത് ധൈര്യത്തിലാണ് സാർ ഞങ്ങൾ ഇതുപോലത്തെ കേസുകൾ നിങ്ങൾക്ക് മുമ്പിൽ എത്തിച്ചു തരിക? എന്ത് ഗ്യാരണ്ടി ഉണ്ട് ഞങ്ങൾക്ക്? ഇവിടുത്തെ സാധാരണ ജനങ്ങൾക്ക് എന്ത് ഗ്യാരണ്ടി ഉണ്ട്? പല കേസിൽ ഞങ്ങൾ കേട്ടിട്ടുണ്ട്, ഒറ്റിക്കൊടുത്തവനെ വന്ന് കുത്തി തീർത്തവൻ. കഞ്ചാവ് കേസിൽ ഒറ്റിക്കൊടുത്തവനെ കത്തി കൊണ്ട് കുത്തി പ്രതി. ജാമ്യത്തിലിറങ്ങിയ ശേഷമായിരുന്നു ഇവന്റെ പ്രവൃത്തി. ഇതൊക്കെ നമ്മൾ ഒരുപാട് വായിച്ചതാണ്. അപ്പോൾ നിങ്ങൾ അതിനുകൂടി ഒരു ഉത്തരം തരികയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒറ്റിത്തരാൻ ഇവിടെ ആയിരക്കണക്കിന് ആളുകളുണ്ട്. അല്ല എങ്കിൽ സ്വന്തം മകൻ നശിച്ചാലും മകൾ നശിച്ചാലും മരണഭയം എന്നുള്ള ഭയം കൊണ്ട് യാതൊന്നും മിണ്ടാതെ നിങ്ങൾ ആടിൽ കാണിച്ച പോലെ തന്നെ പൊത്തിയിട്ടിരിക്കും.